ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റിൽ ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന ഒരു അടിപൊളി വിശേഷത്തിനെ പറ്റിയാണ് പറയുന്നത്. ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയ ദേവയാനി വീട്ടിലോട്ട് വരികയാണ്. ആരോഗ്യമെല്ലാം വീണ്ടെടുത്തുകൊണ്ട് പഴയ സ്ഥിതിയിലേക്ക് തന്നെ ദേവയാനി എത്തിയിട്ടുണ്ട്. ആദർശിനോടും ജയനോടും ഒക്കെ ദേവയാനി പലതവണ പറയുന്നുണ്ടല്ലോ, എനിക്ക് ലിവർ തന്ന ആ പെൺകുട്ടിയെ ഒന്ന് കാണണമെന്ന്. പലതവണ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് നീട്ടിവെക്കുകയായിരുന്നു. അസുഖം കാരണം പുറത്തോട്ട് പോയാൽ ഇൻഫെക്ഷൻ ആവുമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നാൾ അങ്ങനെ തള്ളി നീക്കി. എന്നാൽ ദേവയാനി പഴയ രീതിയിൽ ആരോഗ്യത്തോടെ തിരിച്ചു വരുന്നതുകൊണ്ട് തന്നെ ദേവയാനിക്ക് ആ കുട്ടിയെ കാണണം. അതിനായിട്ട് ആദർശനോടും ജയനോടും കാര്യം പറയുന്നുണ്ട്. ജയേട്ടാ, പലതവണയായി ഞാൻ പറയുന്നു എനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണണമെന്ന്. ഇനി എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല കേട്ടോ. എനിക്ക് ആ പെൺകുട്ടിയെ ഇപ്പോൾ തന്നെ കാണണം. ഇത് കേൾക്കുന്ന ആദർശും ജയനും ഒന്ന് ഞെട്ടുന്നുണ്ട്. എങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ ജയൻ ദേവയാനിയോടായിട്ട് പറയുന്നുണ്ട്, അത് പിന്നെ ദേവയാനി, നീ ഇപ്പോൾ കുറച്ചു നാളത്തേക്ക് പുറത്തോട്ടൊന്നും പോകണ്ട. ഇപ്പൊ ഭേദമായിട്ടുണ്ടെങ്കിലും കുറച്ചു നാളും കൂടെ റെസ്റ്റ് എടുക്കണം. ആ കുട്ടിയായി നമുക്ക് ഇനിയും കാണാലോ. എന്നാൽ ദേവയാനി അത് സമ്മതിക്കുന്നില്ല. ഇതിപ്പോ പല തവണയായല്ലോ നിങ്ങൾ രണ്ടുപേരും പറയുന്നു. ഇതേ നിങ്ങൾ ഒഴിഞ്ഞു മാറുന്ന പോലെയാ എനിക്ക് തോന്നുന്നത്. എനിക്ക് ആ കുട്ടിയെ ഇപ്പൊ തന്നെ കണ്ടേ പറ്റൂ. അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഫോൺ നമ്പർ താ, ഞാനൊന്ന് വിളിച്ച് സംസാരിക്കട്ടെ. അപ്പൊ ആദർശ് പറയും, അമ്മേ, ആ കുട്ടിയുടെ നമ്പർ ഒന്നും എന്റെ കയ്യിലില്ലല്ലോ. എന്താടാ ആദർശ ഇങ്ങനെ? ഇത്രയും വലിയ ത്യാഗം ചെയ്ത കുട്ടിയുടെ ഫോൺ നമ്പർ പോലും നിന്റെ കയ്യിലില്ലേ? ആ കുട്ടിക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കണ്ടേ? നീയല്ലേ ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് എത്തിച്ചത്. അപ്പൊ ആ കുട്ടിയുടെ വീട് നിനക്കറിയാലോ. അതുകൊണ്ട് നീ എന്റെ കൂടെ വാ, എനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണണം. ആദർശ് വീണ്ടും പറയുന്നുണ്ട് കേട്ടോ, അതല്ല അമ്മേ, നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടി അവിടെ ഉണ്ടോ എന്നറിയില്ലല്ലോ. മാത്രമല്ല ആ കുട്ടി ഇനി വീടെങ്ങാനും മാറിപ്പോയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അമ്മയുമായിട്ട് അത്രയും ദൂരെ പോയി പിന്നെ വെറുതെ തിരിച്ചു വരുന്നെന്ന് പറയുന്നത് റിസ്ക് ആണ്. അതുകൊണ്ടേ തൽക്കാലം ഞാൻ പോയെന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് അമ്മയെ ഞാൻ കൊണ്ടുപോകാം. എന്താ അത് പോരെയെന്ന് ആദർശ് ചോദിക്കുന്നുണ്ട്. ഉടനെ ദേവയാനി പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെയൊക്കെ സംസാരത്തിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. എന്നെ ആ കുട്ടിയെ കാണാൻ നിങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾക്കതിന് രണ്ടുപേർക്കും ഒട്ടും താല്പര്യമില്ലെന്ന് എനിക്ക് പല തവണയായിട്ട് തോന്നാൻ തുടങ്ങിയതാ. ശേഷം ജയനോടായിട്ട്, എന്താ ജയേട്ടാ, ഞാൻ ആ കുട്ടിയെ ഒന്ന് കാണുന്നതിൽ നിങ്ങൾക്കൊക്കെ എന്താ ഇത്ര വലിയ പ്രശ്നം? അത് പിന്നെ ദേവയാനി എന്ന് ജയൻ പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും, വേണ്ട, ഇനി നിങ്ങൾ ആരും എന്നോട് ഒന്നും പറയണ്ട. നിങ്ങൾക്ക് എനിക്ക് ആ കുട്ടിയെ കാണിച്ചു തരാൻ പറ്റില്ലെങ്കിലേ ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ ആ കുട്ടിയെ കണ്ടെത്തിക്കോളാം. അങ്ങനെയും പറഞ്ഞ് ദേവയാനി ദേഷ്യത്തോടു കൂടി ഉള്ളിലോട്ട് പോകുന്നുണ്ട്. ദേവയാനി അവിടുന്ന് പോയി കഴിഞ്ഞതും ജയൻ ആദർശിനോടായിട്ട്, ആദർശ്, അമ്മ ചോദിക്കുന്നതും ന്യായമായിട്ടുള്ള ചോദ്യമാണടാ. അത് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടതല്ലേ? എത്ര നാളെന്ന് കരുതിയ നയനയാണ് ലിവർ കൊടുത്തതെന്ന് അവളുടെ അടുത്ത് മറച്ചു വെക്കുക. എന്തായാലും ഒരു ദിവസം അവള് സത്യങ്ങളെല്ലാം അറിയും. അത് കുറച്ച് നേരത്തെ ആയെന്ന് കരുതിയിട്ട് എന്താ ആദർശേ? എന്നാൽ ആദർശ് പറയും, അതല്ല അച്ഛാ, നയന പറഞ്ഞത് ഒന്നും അറിയിക്കണ്ട എന്നല്ലേ. ഇനിയിപ്പോ അറിയിച്ചാലും അമ്മ എങ്ങനെയാ പ്രതികരിക്കുക എന്ന് നമുക്ക് അറിയില്ലല്ലോ. നയനയോടുള്ള ദേഷ്യം കൂടുവാണോ, ഇതൊന്നും നമുക്ക് അറിയില്ല. അതുകൊണ്ട് ഇപ്പൊ ഒരു പ്രശ്നം വേണ്ട. അമ്മയോടൊന്നും പറയാതിരിക്കുന്നത് തന്നെയാ നല്ലത്. ഏതായാലും അച്ഛൻ പോയിട്ട് അമ്മയൊന്ന് സമാധാനിപ്പിക്കുമെന്ന് പറഞ്ഞ് ആദർശ് ജയനെ ദേവയാനിയുടെ അടുത്തേക്ക് വിടുന്നുണ്ട്. ഇവിടെ ദേവയാനിയാണെങ്കിൽ തനിക്ക് ലിവർ തന്ന് സഹായിച്ച ആ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. അതിനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും എന്നാണ് മനസ്സിൽ ചിന്തിക്കുന്നത് കേട്ടോ. അതിനായിട്ട് എന്താ ഒരു മാർഗമെന്ന് ദേവയാനി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം ദേവയാനി ഹോസ്പിറ്റലിലോട്ട് വിളിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിലോട്ട് വിളിച്ചിട്ട്, ഹലോ, ഞാൻ അനന്തപുരിയിൽ നിന്നാണ് വിളിക്കുന്നത്. എനിക്കൊരു സഹായം വേണമായിരുന്നു. പറഞ്ഞോളൂ മാഡം, എന്താ കാര്യം? മാഡം ഇപ്പൊ ഓക്കെ ആയല്ലോ അല്ലേ? കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഏയ് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനൊരു കാര്യം അന്വേഷിക്കാനായിട്ടാണ് വിളിച്ചത്. എനിക്ക് ലിവർ തന്ന ആ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് തരാൻ പറ്റുമോ? അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോ വിളിച്ചത്. പക്ഷെ അവർ പറയും അതിവിടെ പറഞ്ഞിരിക്കുന്നത് ആർക്കും അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കരുതെന്നാ. അങ്ങനെയിരിക്കെ ഞങ്ങൾ എങ്ങനെയാ ഡീറ്റെയിൽസ് തരിക? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ കുട്ടി ആരാണെന്ന് എനിക്ക് അറിയണം. അവൾ ആരാണെന്ന് അറിയാനുള്ള എല്ലാ അവകാശവും എനിക്കുണ്ടെന്ന് കൂട്ടിക്കോ. അതുകൊണ്ട് തന്നെയാ ഞാനിപ്പോ ചോദിക്കുന്നത്. ആ കുട്ടിയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എനിക്ക് ഇപ്പൊ തന്നെ കിട്ടണം. അത് പിന്നെ മാഡം പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചാൽ എങ്ങനെയാ? കുറച്ച് സമയം വേണം. പിന്നെ മാഡത്തിന് ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ. ഡീറ്റെയിൽസുമായിട്ട് ഞാൻ ഒരാളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാം. അതിന് സമ്മതിക്കുന്നുണ്ട് ദേവയാനി. ഏതായാലും എനിക്ക് അധികം വൈകാതെ തന്നെ ആ റിപ്പോർട്ട് കിട്ടണം. ആരെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് അയച്ചാൽ മതി. ഓക്കെ മാഡം, എത്രയും പെട്ടെന്ന് ഞാൻ ആളെ പറഞ്ഞു വിടാം. അങ്ങനെയും പറഞ്ഞ് കട്ട് ചെയ്യുന്നുണ്ട് അവര്. ദേവയാനിക്കാണെങ്കിലും ആശ്വാസമാകുന്നുണ്ട്. താൻ കാണാൻ ആഗ്രഹിച്ച ആ പെൺകുട്ടി ആരാണെന്ന് താനിത് അറിയാൻ പോവുകയാണ്. അത് ഓർക്കുമ്പോഴത്തേക്കും ദേവയാനിക്ക് വളരെ സന്തോഷമാവുന്നുണ്ട്. ഈ സമയത്തായിരിക്കും അനാമിക അങ്ങോട്ട് വരുന്നത്. നയനയെപ്പറ്റി എന്തോ കുറ്റം പറഞ്ഞു കൊടുക്കാനാണ് അനാമിക അങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷേ ദേവയാനി അനാമികയോടായിട്ട് പറയും, ആ മോളെ, എനിക്ക് ആ ലിവർ തന്ന പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടിയെക്കുറിച്ച് അറിയാനായിട്ട് ഹോസ്പിറ്റലിലോട്ട് വിളിച്ചതാ ഞാൻ. ഇത് കേൾക്കുന്ന അനാമിക ചോദിക്കുന്നുണ്ട്,
അതിന് വല്യമ്മ എന്തിനാ ഹോസ്പിറ്റലിലോട്ട് വിളിക്കുന്നത്? ആദർശേട്ടനും മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ അറിയാലോ ആ പെൺകുട്ടി ആരാണെന്ന്. പിന്നെ വല്യമ്മ ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിക്കേണ്ട കാര്യമുണ്ടോ? എന്നാൽ ദേവയാനി പറയും, അവരുടെയൊക്കെ അടുത്ത് ഞാൻ പലതവണ ചോദിച്ചതാ മോളെ. ഇതുവരെ ആ കുട്ടിയുടെ പേരോ ഡീറ്റെയിൽസോ ഒന്നും എനിക്ക് തന്നിട്ടില്ല. ദേ ഇന്നും കൂടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്നെ ആ കുട്ടിയെ കൊണ്ടുപോയി ഒന്ന് കാണിക്കാൻ. പക്ഷെ അവരെന്നെ കൊണ്ടുപോകുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാ? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്ന് കരുതിയത്. ഹോസ്പിറ്റൽ റിപ്പോർട്ടിൽ എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പൊ പിന്നെ അങ്ങനെ ഡീറ്റെയിൽസ് എടുക്കാമെന്ന് കരുതി. ഏതായാലും അനാമിക ദേവയാനിയെ സോപ്പിടാൻ വേണ്ടി പറയുന്നുണ്ട്. വല്യമ്മേ, എനിക്കും വല്യമ്മയെ പോലെ ആ കുട്ടിയെ കാണാൻ നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. വല്യമ്മ പോകുമ്പോ എന്നെ കൂടെ ഒന്ന് കൂട്ടണേ. എനിക്കും കാണാനാ. ഓ, അതിനെന്താ മോളെ, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് പോയി ആ കുട്ടിയെ കാണാം. എന്താ? പിന്നെ വെറും കൈയോടെ പോയാൽ പോരാ. കുറച്ച് ആഭരണങ്ങളും കുറച്ച് പൈസയും ഒക്കെ ആ കുട്ടിക്ക് നമുക്ക് കൊടുക്കണം. പെൺകുട്ടികളാകുമ്പോൾ ആഭരണത്തിനോടൊക്കെ നല്ല പ്രിയമായിരിക്കും. അതുകൊണ്ട് എന്റെ കുറച്ച് ആഭരണങ്ങൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ആ കുട്ടിക്ക് കൊടുക്കാനായിട്ടെന്നൊക്കെ ദേവയാനി പറയുമ്പോൾ അനാമികയാണെങ്കിലും മനസ്സിൽ പറയുന്നുണ്ട്. ഹോ, ആ പെൺകുട്ടിക്ക് കൊടുക്കാൻ ആഭരണങ്ങൾ കരുതിയിട്ടുണ്ട് പോലും. ഇവരത് എനിക്ക് തരുവാണെങ്കിൽ എന്റെ അച്ഛന്റെ കുറച്ച് കടമെങ്കിലും വീട്ടായിരുന്നു. ഇതിപ്പോ ആ കുട്ടിക്ക് ഉള്ളതൊക്കെ കൊടുക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയെല്ലാം അനാമിക ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ ആലോചിക്കുന്നത്? അത് പിന്നെ വല്യമ്മ കൊടുക്കണം. കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, വല്യമ്മയുടെ ജീവൻ രക്ഷിച്ച ആളല്ലേ എന്ന് ചിരിച്ചുകൊണ്ട് അനാമിക മറുപടി കൊടുക്കുമ്പോ, അതേ മോളെ, ഞാനിപ്പോ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നുണ്ടെങ്കിൽ അത് ആ കുട്ടിയുടെ കാരുണ്യം കൊണ്ടല്ലേ. ഞാൻ എന്നും ആ പെൺകുട്ടിയോട് കടപ്പെട്ടവളായിരിക്കും എന്നൊക്കെ ദേവയാനിയും പറയുന്നുണ്ട്. അത് ശരിയാ വല്യമ്മേ, എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. കാര്യമായിട്ട് തന്നെ ആ കുട്ടിയെ നമുക്ക് സഹായിക്കണം. ഇങ്ങനെയൊക്കെ അനാമിക പറയുമ്പോഴും മനസ്സിൽ ചിന്തിക്കുന്നത്, എന്റെ ലിവർ തന്നെ ഇവർക്ക് കൊടുത്താൽ മതിയായിരുന്നു. എന്നാൽ ഞാൻ ചോദിക്കുന്ന സ്വർണവും പണവും ഒക്കെ എനിക്ക് തരുമായിരുന്നു. ഓ, എനിക്ക് ആ ബുദ്ധി തോന്നിയില്ലല്ലോ. പിന്നീട് കാണിക്കുന്നത് ആദർശ് ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് നയനയെ കാണാനായിട്ട് നയനയുടെ വീട്ടിലേക്ക് കയറുന്നുണ്ട്. എന്നിട്ട് നയനയോട് പറയുന്നുണ്ട്, നയനെ, അമ്മ ഇന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ അമ്മയ്ക്ക് ലിവർ തന്ന ആ പെൺകുട്ടിയെ ഒന്ന് കാണണമെന്ന്. ഇനി കാണിച്ചു തന്നില്ലെങ്കിൽ അമ്മയായിട്ട് ആ കുട്ടി അന്വേഷിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞു. ഉടനെ നയന ചോദിക്കുന്നുണ്ട്, ആദർശേട്ടാ, ഇനി അമ്മ ഞാനാണെന്ന് അറിഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ആദർശ് അപ്പൊ പറയും, അറിഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത് എനിക്ക് പോലും അറിയില്ല. അമ്മ ആ പെൺകുട്ടിയെ ദൈവതുല്യായിട്ടാണ് കാണുന്നത്. എന്നാൽ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന പെൺകുട്ടി നയനയാണെന്ന് അറിഞ്ഞാൽ എങ്ങനെയായിരിക്കും അമ്മയുടെ പ്രതികരണമെന്ന് എനിക്കും പറയാൻ പറ്റില്ല നയനെ. ചിലപ്പോ നിന്നെ ഇരു കൈയും നീട്ടി സ്വീകരിക്കും. അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത മരുമകളാണ് തനിക്ക് ലിവർ തന്നതെന്നറിഞ്ഞ് അമ്മ എന്ത് ചെയ്യുമെന്ന് പോലും നമുക്കറിയില്ല. അതുകൊണ്ടാണ് ഞാനൊന്നും തുറന്നു പറയേണ്ടെന്ന് പറഞ്ഞത്. ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്കും നയനയും പറയുന്നുണ്ട്, ആദർശേട്ടാ, എനിക്ക് ആകെ പേടിയാവുന്നുണ്ട്. നീ പേടിക്കാതിരിക്കെ, എന്തായാലും ഒരു ദിവസം അമ്മ എല്ലാം അറിയുമല്ലോ. അത് തന്നെയാണ് അച്ഛനും പറയുന്നത്. നീ ഇങ്ങനെ ഈ അവസ്ഥയിൽ വിഷമിക്കല്ലേ നയനെ എന്നൊക്കെ പറഞ്ഞ് ആദർശ് നയനയ്ക്ക് ധൈര്യം കൊടുക്കുന്നുണ്ട്. ഇതേ സമയം ഹോസ്പിറ്റലിൽ നിന്നും ആള് വരുന്നുണ്ട് അനന്തപുരിയിലോട്ട്. ദേവയാനിയാണെങ്കിൽ അയാളെ തന്നെ കാത്തു നിൽക്കുകയായിരിക്കും. ആ കുട്ടി ആരാണെന്നും ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് എന്താണ്, ഒരു ഫോട്ടോ എങ്കിലും അതിലുണ്ടായിരിക്കോ എന്നൊക്കെ ഓർത്ത് എത്ര നേരമായി കാത്തിരിക്കുന്നു. നിങ്ങളെന്താ ഇത്ര വൈകിയത് എന്ന് ദേവയാനി തിരക്കുന്നതും, അല്ല മാഡം, ഞങ്ങൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് മാഡത്തിനെ എത്തിക്കാൻ കുറച്ച് വൈകിപ്പോയി, ക്ഷമിക്കണം. സാരമില്ല, പോട്ടെ. എന്തായാലും താൻ ആ റിപ്പോർട്ടൊക്കെ ഇങ്ങ് തന്നെ എന്നും പറഞ്ഞ് റിപ്പോർട്ട് മേടിക്കുകയാണ് ദേവയാനി. പെട്ടെന്നാണ് റിപ്പോർട്ട് കൊണ്ടുവന്ന ആള് എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരുമെന്ന് ദേവയാനിയോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ റിപ്പോർട്ട് അവിടെ വെച്ച് വെള്ളം എടുക്കാനായിട്ട് പോകുന്നുണ്ട് നമ്മുടെ ദേവയാനി. അങ്ങനെ അയാൾക്ക് വെള്ളം കൊടുക്കുന്ന സമയത്ത് വെള്ളം നേരെ ആ റിപ്പോർട്ടിന് മുകളിൽ അങ്ങ് മറിഞ്ഞു വീഴുന്നുണ്ട് കേട്ടോ. വെള്ളത്തിന്റെ ഗ്ലാസ് കയ്യിൽ നിന്ന് സ്കിപ്പായിട്ട് താഴെ പോകുന്നതാണ്. ഏതായാലും റിപ്പോർട്ടിന്റെ മുകളിൽ വെള്ളം മൊത്തം വീണതുകൊണ്ട് തന്നെ അത് മുഴുവൻ നനഞ്ഞു കുതിർന്നു പോവുകയാണ് ചെയ്യുന്നത്. അത് പതിയെ എടുത്ത് ശരിയാക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അത്രയും നനഞ്ഞതുകൊണ്ട് തന്നെ പേപ്പറുകളെല്ലാം പൊട്ടിപ്പോകുന്നുണ്ട്. തനിക്ക് ലിവർ തന്നത് ആരാണെന്ന് അറിയാനുള്ള ദേവയാനിയുടെ ഈ ഒരു ശ്രമവും അവിടെ അവസാന നിമിഷത്തിൽ പാഴായി പോവുകയാണ് ചെയ്യുന്നത്. ഇതുപോലുള്ള പത്രമാറ്റിലെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയാൻ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ലൈക്ക് ചെയ്യുക. താങ്ക്